ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വെറും 3 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ടയാറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടയാറയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ഫ്ലവർ ബീഡാണ് കേട്ടോ. സ്കൈ ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിട്ട്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. സിൽവർ കളറിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. പിന്നെ സാധാ വൈറ്റ് ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെറും 3 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ടയാറ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടയർ വെച്ചിട്ട് നമുക്ക് മാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ടയർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗിയർ വയറാണ് കേട്ടോ. ഇതിൻ്റെ കളർ വന്നിട്ട് സിൽവർ കളറാണ്. 4 ആണ് സൈസ് വന്നിട്ട്. ടയറൊക്കെ പൊതുവേ 4ഉം 5ഉം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് ഇതുപോലെയുള്ള ഗ്ലേസിങ് ആയിട്ടുള്ള സിൽവർ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. പിന്നെ അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള സാദാ ബീഡാണ് കേട്ടോ. കണ്ടില്ലേ, പ്ലാസ്റ്റിക് ബീഡാണ്. നല്ല കോട്ടിങ്ങും നല്ല ഗ്ലേസിങ് എല്ലാം വന്നിട്ടുള്ള ബീഡാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയാലും മതി, ഫോം ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ടയർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4mm ഗിയർ വയർ എടുക്കുക. അതൊരു 2.5 സെൻറ്റിമീറ്റർ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നീളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു കമ്പിയിൽ നമ്മളൊരു ക്രിസ്റ്റൽ ബീഡ് ഇതുപോലെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഇതുപോലെ ഇത്ര നീളത്തിന് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. കണ്ടില്ലേ, പകുതി വേണം നമ്മളത് പിരിച്ചു കൊടുക്കാനായിട്ട്, ഫുള്ളായിട്ട് പിരിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ അതും പകുതി വേണം പിരിച്ചു കൊടുക്കാനായിട്ട്, ഫുള്ളായിട്ട് പിരിച്ചു കൊടുക്കരുത്. അപ്പോൾ നേരത്തെ നമ്മൾ പിരിച്ചു കൊടുത്തതിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അടുത്ത അതേ സെയിം കമ്പിയിൽ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡും കൂടെ കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ 3 എണ്ണം ഒരേ ലെവലിലാണ് നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ താഴോട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അത് 2 കമ്പിയും കൂടെ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. നല്ല വൃത്തിയായിട്ട് പിരിച്ചു കൊടുത്താൽ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, നീളം 1-2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് സൈസ് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ വീണ്ടും 3 ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ പകുതിയായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബീഡ് എടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബീഡ് എടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഈ 3 എണ്ണം പകുതി വെച്ചിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്, ഫുള്ളായിട്ട് പിരിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല വൃത്തിയിൽ പിരിച്ചു കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതലും നമുക്കിത് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് ബീഡ്സും വയറൊക്കെ എടുത്തിട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയും കൂടെ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പിലാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഇത്രയും ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇത്രയും വീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 കമ്പികൾ ഇതുപോലെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു കമ്പി എടുത്തിട്ട് ആദ്യം വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു വൈറ്റ് ബീഡ്, ഒരു ഫ്ലവർ ബീഡ്, അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല വലിച്ച് നല്ല ടൈറ്റാക്കി കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ഫ്ലവർ ബീഡ് നല്ല വൃത്തിയിൽ അങ്ങ് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വൈറ്റ് ബീഡാണ് കേട്ടോ വരുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു 2 കമ്പി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ എത്രയാണോ ലെങ്ത് എടുത്തത് അതേ ലെങ്ത്തിൽ തന്നെയാണ് താഴെയും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അതിൽ ഒരു കമ്പിയിൽ 5 വൈറ്റ് ബീഡ് ഇതുപോലെ വരിയായിട്ട് കോർത്തതിന് ശേഷം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക കേട്ടോ.
അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ പകുതി വേണം പിരിച്ചു കൊടുക്കാനായിട്ട്, ഫുള്ളായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു 5 ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ല വൃത്തിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും ഒരു 5 മുത്ത് ഇതുപോലെ വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ല വൃത്തിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 എണ്ണവും നമ്മൾ ഫുള്ളായിട്ടല്ല പിരിച്ചു കൊടുത്തിട്ടുള്ളത്, പകുതി വെച്ചിട്ടാണ് പിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ആ ഒരു 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. 5 മുത്തുകൾ വീതം എടുത്തിട്ട് ഇതുപോലെ പിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണേ, അപ്പോൾ വീഡിയോ ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ടയർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് കേട്ടോ. അത് സിൽവറിലും വരുന്നുണ്ട്, ഗോൾഡിൽ വരുന്നുണ്ട്, പല കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ. റെഡ്, മെറൂണ്, ഗ്രീൻ, അതുപോലെ ബ്ലൂ, അങ്ങനെയുള്ള പല കളേഴ്സിലും അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിതിൽ അങ്ങനെ കളേഴ്സ് ചെയ്തിട്ടില്ല, ഗോൾഡും സിൽവറും മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സിൽവർ കളറിലുള്ള ഗിയർ വയറാണ് കേട്ടോ. അപ്പോൾ ഗിയർ വയർ ഒരുപാട് സൈസിൽ വരുന്നുണ്ട്, 3ഉം 4ഉം 5 അങ്ങനെ ഒരുപാട് സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ ടയറയ്ക്ക് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് 4 ആണ് കേട്ടോ. എല്ലാ സൈസും എല്ലാ അക്സസറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യില്ല, ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടയറയ്ക്ക് മെയിനായിട്ട് 4ആണ് എടുക്കുന്നത്. 5ഉം എടുക്കാം, 5 ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും പിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനധികം എടുക്കാറ് സൈസ് 4 ആണ് കേട്ടോ. 5ലേക്ക് പോവാറേ ഇല്ല, കാരണം എനിക്കത് ഭയങ്കര പാടാണ് പിരിച്ചെടുക്കാനായിട്ട്. എനിക്കെന്നല്ല, എല്ലാവർക്കും പൊതുവേ ഒരു പാടാണ് 5 എടുക്കുന്നത്. അപ്പോൾ കൂടുതലും നല്ലത് 4 എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ടയറയ്ക്ക് ഒരു 2.5 മീറ്ററാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. 2.5 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ തുണി അളക്കുന്ന ടാപ്പ് ഉണ്ടാവില്ലേ, ആ ടാപ്പ് വെച്ചിട്ട് നമ്മളൊരു 2.5 മീറ്റർ എടുക്കുക. അത് ഫസ്റ്റ് അല്ലെങ്കിൽ 2 മീറ്റർ എടുത്താൽ മതി. എന്നിട്ട് അതിൽ നോക്കിയതിന് ശേഷം ലെങ്ത്ത് കറക്റ്റ് തന്നെയാണോ എന്ന് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് ഒരു 2.5 മീറ്ററിലാണ് എടുക്കാറ്. അപ്പോൾ അത് കറക്റ്റ് സൈസിൽ കിട്ടും. വലിയവർക്കും കൊച്ചു കുട്ടികൾക്ക് ഫുള്ള് ഫ്രണ്ടിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു ടയർ കിട്ടുന്നതായിരിക്കും. വലിയവർക്കാണെന്നുണ്ടെങ്കിലും ബാക്ക് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ചെറിയ ടയർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2.5 മീറ്ററാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 13 ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ട്, കളേഴ്സിലും വരുന്നുണ്ട്, ഓഫ് വൈറ്റിലും വരുന്നുണ്ട്. ബ്രൈഡൽ വർക്കിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ബീഡ്സ് എല്ലാം നമ്മൾ ഒരു പാക്കറ്റിന് 20 രൂപ വെച്ചിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ഫ്ലവർ ബീഡ്സ് ഒന്നും 20 രൂപയ്ക്ക് എവിടെയും കിട്ടില്ല, പക്ഷെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോസിലും എല്ലാവരും പറയാറുണ്ട് കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കൂ, നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് സ്പീഡൊക്കെ കുറച്ചിട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മറ്റേത് ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ വീഡിയോ തീരുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബൾക്കായിട്ടും വാങ്ങിയിട്ടുണ്ട്, ബിഗിനേഴ്സ് കിറ്റായിട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനെല്ലാം ഓരോ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി, അതുപോലെ ഒരുപാട് പേര് സെയിൽ ചെയ്തു. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അധികം അമ്മമാരാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ കാരണം അവർക്കൊരു വരുമാനം കിട്ടുമല്ലേ, അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതുപോലെ ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കിയിട്ട് മാസം നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഹെയർബോ ഹെയർ ബാൻഡിനേക്കാളും കൂടുതൽ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ടയറ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സ് എല്ലാം നമ്മൾ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ ഇത്രയും വലിയൊരു ടയറ കിട്ടുന്നതായിരിക്കും. ഇതല്ല കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത്, ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഒറ്റ കമ്പിയായിട്ട് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ്. വളച്ചു കൊടുക്കുമ്പോൾ ഒരു ഹോളായിട്ട് അവിടെ കിട്ടും. എന്നിട്ട് ആ ബാലൻസ് ഉള്ള കമ്പി ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഹോള് അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു
ഹോള് വഴിയാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിബൺ വെച്ച് കെട്ടാൻ പാകത്തിനുള്ള ഒരു സൈസ് വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ വലിയവർക്കും കൊച്ചുകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൈസാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കവർ ചെയ്ത് നിൽക്കും, വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ പിന്നെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സൈസാണ്. എന്നാൽ വലിയ സൈസും അല്ല, എന്നാൽ അത്ര ചെറുതും അല്ല, അങ്ങനത്തെ ഒരു സൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ ഒന്നും കൂടെ ഭംഗിയാണ്. അപ്പോൾ ഇത് തലയിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ സൺലൈറ്റ് കാരണം അത്ര ക്ലിയർ അല്ല, എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മളിത് വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.